തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള മദീന പള്ളിയിലേക്ക് നമുക്കൊന്ന് പോകാം. ബഹുമാനപ്പെട്ട പ്രവാചകരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ അൻസ്വാരികളിൽപ്പെട്ട ഒരു വനിത പറയുകയാണ്, ഞാൻ അവിടത്തേക്ക് വേണ്ടി ഒരു പുതിയ മിമ്പർ പണിത് തരാം അള്ളാഹുവിൻ്റെ റസൂലെ. എൻ്റെ പക്കൽ വിദഗ്ധനായ ഒരു ആശാരിയുമുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം നൽകുകയാണ്. ആ പുതിയ മിമ്പറിൻ്റെ നിർമ്മാണം അധികം വൈകാതെ തന്നെ പൂർത്തിയായി. പ്രവാചകരുടെ പള്ളിയിൽ അതിനെ സ്ഥാപിച്ചു. അടുത്ത ദിവസം തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്മേൽ ഖുതുബ അഥവാ സവിശേഷമായ ഉപദേശം ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഒരു വെള്ളിയാഴ്ചയായിരുന്നു അത്. ഹബീബായ നബി തങ്ങൾ മിമ്പറിന്മേൽ ഇരുന്നതും അതാ ഒരു തേങ്ങൽ കേൾക്കുകയാണ്. കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ, തേങ്ങുന്നത് പോലെ എല്ലാവരുടെയും കാതുകളിൽ അത് അനുഭവപ്പെടുകയാണ്. അതായത് ഹൃദയം പറഞ്ഞ നൊമ്പരം, അങ്ങനെയുള്ള ഒരവസ്ഥയോടുകൂടെയാണ് ആ കരച്ചിൽ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കാത് ഓർത്തു നോക്കുകയാണ്, എവിടെ നിന്നാണ് ഈ കരച്ചിൽ? ഉടനെ തന്നെ കാര്യം മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച വരെ വെള്ളിയാഴ്ചകളിൽ ചാരി നിന്നുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഉപദേശം നിർവഹിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന കഷ്ണമായിരുന്നു ആ കരഞ്ഞുകൊണ്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പുതിയ മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ആ മരക്കഷ്ണത്തിൻ്റെ അടുക്കലേക്ക് നീങ്ങുകയാണ്. അതിനെ തലോടിക്കൊണ്ട് ഹബീബായ നബി തങ്ങൾ അതിനോട് പറഞ്ഞു, നാളെ സ്വർഗത്തിൽ ഒരു മരമായി വരാനുള്ള വരം നിനക്ക് ഞാൻ നൽകാം എന്ന് പറഞ്ഞപ്പോഴാണ് അതിന്, ആ മരക്കഷ്ണത്തിന് സമാധാനം ലഭിച്ചതും അതിൻ്റെ കരച്ചിൽ നിർത്തിയതും. സുബ്ഹാനല്ലാഹ്. ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ കരയുമോ? അചേതന വസ്തുക്കളായ പാറകളും കല്ലുകളും സംസാരിക്കുമോ? സംശയിക്കണ്ട. ഖുർആൻ പറയുന്നുണ്ട്, കുല്ലുൻ യുസബ്ബിഹു ബിഹംദി ഔ കമാ ഖാൽ. എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേതന അചേതന വസ്തുക്കളൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞു പ്രായത്തിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചൊല്ലുന്ന പാറകൾ മക്കയിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. തിരുനബിയുടെ കൈവെള്ളയിൽ ഇരുന്ന് തസ്ബീഹ് ചൊല്ലിയ ചരലുകളുടെ കുറിച്ചുള്ള സംഭവം വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധമാണല്ലോ. ഒന്ന് ശ്രദ്ധിക്കുക, ബുദ്ധിയില്ലാത്ത ഈ സാധനങ്ങൾ പോലും നാഥനായ അള്ളാഹുവിനെ വാഴ്ത്തുന്നു എങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ പിന്നെ എന്ത് ചെയ്യണം?